നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം ഉറ്റുനോക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ്. ഒന്ന് ഹരിയാനയിലെയും ജമ്മു കശ്മീരിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹരിയാനയിൽ ജാട്ട് സിഖ് മേഖലകളിലടക്കം ആധിപത്യം നേടി കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചിക്കുന്നത്. ന്യൂസ് 18, പീപ്പിൾസ് പൾസ്, ദൈനിക് ഭാസ്കർ, റിപ്പബ്ലിക് ഭാരത് സർവേകൾ അടക്കം കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് പ്രവചിക്കുന്നത്. 55 മുതൽ 62 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് പ്രവചനം. ബി.ജെ.പിക്ക് 18 മുതൽ 24 സീറ്റുകൾ പ്രവചിക്കുമ്പോൾ എ.എ.പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല എന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ന്യൂസ് 18 എക്സിറ്റ് പോൾ പ്രകാരം കോൺഗ്രസ് 62 സീറ്റുകളിലും ബി.ജെ.പി 24 സീറ്റുകളിലും ജെ.ജെ.പി 3 സീറ്റുകളിലും ജയിക്കുമെന്നാണ് പ്രവചനം. ദൈനിക് ഭാസ്കർ സർവേ പ്രകാരം ഹരിയാനയിൽ കോൺഗ്രസിന് 44 മുതൽ 54 വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ബി.ജെ.പിക്ക് 15 മുതൽ 29 സീറ്റുകളും ജെ.ജെ.പി 1 സീറ്റും INLD 2 സീറ്റും ലഭിക്കുമെന്നും പ്രവചിക്കുന്നു. റിപ്പബ്ലിക് ഭാരത് ഹരിയാന കോൺഗ്രസിന് 55 മുതൽ 62 വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ബി.ജെ.പി 18 മുതൽ 24 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമെന്നും ഈ പ്രവചനം പറയുന്നു. ജെ.ജെ.പി 3 സീറ്റും INLD 3 മുതൽ 6 വരെ സീറ്റുകളും മുന്നിട്ട് നിൽക്കുമെന്നാണ് ഈ റിപ്പബ്ലിക് ഭാരത് പ്രവചനം പറയുന്നത്. ഹരിയാനയിൽ കോൺഗ്രസിന് ഊർജ്ജമായിരിക്കുകയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ. 65 സീറ്റുകൾ വരെ നേടുമെന്ന് ഭൂപേന്ദർ ഹൂഡ പ്രതികരിച്ചിട്ടുണ്ട്. മികച്ച ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുമെന്നും എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ഹൂഡ പ്രതികരിച്ചു. എന്തായാലും കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഹരിയാനയിൽ ഉണ്ടാകുക എന്നാണ് ഭൂരിഭാഗം സർവേകളും പ്രവചിക്കുന്നത്.